എൻ്റെ വീട്ടിൽ പുലി വന്ന് നായ്ക്കൂട് എൻ്റെ വാതിൽ കഴിച്ച് പൊളിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പുലിയെ ഞാൻ കണ്ടു, വീഡിയോ എടുത്ത വീഡിയോ ക്ലിയർ ആയിട്ടില്ല, കിട്ടിയില്ല. നമ്മളെ ഗേറ്റൊക്കെ കണ്ടില്ല, ആന ചവിട്ടി പൊളിച്ചാണ് അവിടെ ചാരി വെച്ചിരിക്കുകയാണ്. ശല്യം നിരന്തരം ഭയങ്കര ശല്യമാണ്. ഇതിലൊക്കെ ഇങ്ങനെ കയറുന്നതായിരിക്കും അല്ലേ? അങ്ങനെ കയറുന്നതാണ്. രാത്രി ഒരു 3-5 പിടിച്ചു പോയത്. അപ്പോൾ പിടിച്ച് വലിച്ചിട്ടൊന്നുമില്ല, എടുത്ത് കടിച്ചോണ്ട് പോയത്. അപ്പോൾ വലിയ സൈസ് പുലിയാണ്. അതിൻ്റെ കാൽപ്പാടൊക്കെ അവിടെ കാണാനുണ്ട്. ആണല്ലേ. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പൊഴുതന ഭാഗത്ത് തന്നെയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു, പൊഴുതന ഭാഗത്ത് ഒരു ആന ഇറങ്ങി 3 കുട്ടികളെ ഓടിക്കുന്ന ഒരു രംഗമൊക്കെ നമ്മൾ കണ്ടു. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കണ്ട് ഞെട്ടിയതാണ്. അന്നേ ദിവസം തന്നെ, അന്ന് രാത്രി തന്നെ ഇവിടുന്ന് തന്നെ അവിടുന്ന് ആ പൊഴുതന ടൗണിൽ നിന്ന് ഒരു 2-3 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു പ്രദേശത്തും ഒരു പുലി ഇറങ്ങി ഒരു വളർത്തുനായയെ കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരു പ്രദേശത്താണ് ഞാനുള്ളത്. നമുക്കറിയാം, ഇതൊന്നും പുതുമയുള്ളൊരു വാർത്തയൊന്നുമല്ല. ഇപ്പോൾ അതുപോലെ വന്യജീവി ആക്രമണങ്ങൾ ഈ വയനാട്ടിലും മറ്റ് കേരളത്തിലുടനീളം ഇത് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ആ ലിസ്റ്റിൽ ഒരെണ്ണം കൂടെ പെട്ടു എന്ന് മാത്രം. ഏതായാലും ഞാനിപ്പോൾ ആ ഒരു പ്രദേശത്താണുള്ളത്. അത് എന്താണ് സംഭവിച്ചതെന്നും എന്താണ് എങ്ങനെയാണെന്നുള്ള ഉള്ള കാര്യമൊക്കെ നമുക്ക് ഏതായാലും ആ വീട്ടുകാരോട് തന്നെ ചോദിക്കാം. അപ്പോൾ അവർ തന്നെ നേരിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും കേട്ടോ. ഈ ഒരു പ്രദേശത്തേക്ക് വരാനായിട്ട് ഇച്ചിരി ദൂരമുണ്ട്. കുറച്ച് ദൂരം നമ്മൾ പ്ലാന്റേഷനിൽ കൂടെയൊക്കെ സഞ്ചരിച്ച് വേണം നമ്മൾ ഇങ്ങോട്ട് വരാനായിട്ട്. ഈ ഭാഗത്തൊക്കെ കൂടുതലും റിസോർട്ടുകളൊക്കെയാണ്. ഏതായാലും ഈ ഒരു വീട്ടിലാണ് സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് ഏതായാലും ആ വീട്ടുകാരോട് തന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചോദിക്കാം കേട്ടോ. മഴക്കാലം ആയതുകൊണ്ട് നല്ല അട്ടയുണ്ട്. അതും നമ്മളെപ്പോഴും നേരിടുന്ന ഒരു പ്രതിസന്ധി കേട്ടോ. ഏതായാലും ഈ വീട്ടുമുറ്റത്താണ് ഈ ഒരു സംഭവം നടന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സുനീഷ്. ഞാൻ ഈ പ്രദേശത്ത് താമസിക്കുന്നതാണ്. ഓട്ടോ ഓടിക്കുകയാണ്. ചേട്ടൻ്റെ പട്ടീനാണ്? ഇന്നലെ ഒരു 10-20 കിലോ ഭാരമുള്ള വലിയ പട്ടിയാണ്. എത്ര മണിയായപ്പോഴാണ് രാത്രി? രാത്രി ഒരു 3-5 പിടിച്ചു പോയത്. അപ്പോൾ പിടിച്ച് വലിച്ചിട്ടൊന്നുമില്ല, എടുത്ത് കടിച്ചോണ്ട് പോയത്. അപ്പോൾ വലിയ സൈസ് പുലിയാണ്. അതിൻ്റെ കാൽപ്പാടൊക്കെ അവിടെ കാണാനുണ്ട്. ഫോറസ്റ്റിൽ പരാതി കൊടുത്തിട്ടുണ്ട്, റേഞ്ച് ഫോറസ്റ്റ് ഇവിടുത്തെ സെക്ഷൻ ഓഫീസർക്ക്. അദ്ദേഹം അന്വേഷിക്കുക, നോക്കുക, കൂട് വെച്ച് അതിനെ പിടിക്കണം. എന്താ വെച്ചാൽ ഇതിൻ്റെ മുമ്പും ഇവിടെ ഒരു ആടിനെ ഇതേപോലെ ആക്രമിച്ച് കൊന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 പട്ടികളെ, സുരേഷ് എന്ന് പറഞ്ഞ ആളെ പട്ടീനെ, ഷാബു എന്ന് പറഞ്ഞവരെ പട്ടീനെയൊക്കെ പിടിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു CCTVയിൽ ഇവിടെ ശാന്തോട്ടൻ എന്ന് പറഞ്ഞ ഒരു ആളെ CCTVയിൽ പുലി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് മുമ്പേ. അന്ന് വാർത്തയൊക്കെ ആയിരുന്നു. പക്ഷെ അപ്പോൾ ആ നിരന്തരം പുലി ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. മുകളിലേക്കൊക്കെ വീടുകളുള്ളതല്ലേ? ആ വീടുകളിലെ. അപ്പം നിരന്തരം പുലി ഈ പ്രദേശത്ത് തന്നെ ഉണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ പുലീനെ വനം വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് അതിനെ കൂട് വെച്ച് പിടിക്കണം എന്നുള്ളതാണ് പറയുന്നത്. വെച്ചാൽ ഇനിയിപ്പോൾ സ്കൂൾ പറഞ്ഞാൽ കുട്ടികളൊക്കെ നടന്നു പോകുന്നു. ഭൂതാനം കോളനി ഉള്ളതാണ്. എല്ലാവരും നടന്നു പോകുന്നൊക്കെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കൂട്ടുന്നല്ല, കൂട്ടുനിന്ന് പുറത്തുനിന്നാണ് ഉണ്ടായത്. അല്ല, അത് അതിൻ്റെ മുമ്പ് വന്നെയാണ്, വേറെ ദിവസം വന്നെയാ. അതെ. ഈ കൂട്ടിലായിരുന്നു. അപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ടേ ഞാൻ തുറന്നു വിട്ടിട്ട് കുറച്ച്, അപ്പോൾ ഈ ഷെഡിലായിരുന്നു കിടന്ന്. ഇതാണ് അതിൻ്റെ കാൽപ്പാടുകൾ കണ്ടല്ലേ. ഇതാണ് പുലി കാൽപ്പാട്. ഇതൊക്കെ അതിൽ വരുന്നതാണ്. ഇവിടുന്നാണ് ഇന്നലെ പിടിച്ചോണ്ട് പോയത്. ഇവിടെ കിടക്കുകയായിരുന്നു. ഇവിടെ കിടക്കുകയായിരുന്നു. ഇവിടെ നിന്നാണ് പിടിച്ച് പുലി മാന്തിയത് കണ്ടില്ലേ. സൈക്കിളൊക്കെ തള്ളിയിട്ട് മാന്തിയിട്ട് പോയതാണ്. സൈക്കിളൊക്കെ മറിഞ്ഞു പോയതാണ്. സൈക്കിളൊക്കെ മറിഞ്ഞത് ഇത് കോണിയൊക്കെ ചാരി വെച്ചതായിരുന്നു. അതൊക്കെ മറിഞ്ഞ് തള്ളിയിട്ട് ഇത് വലിച്ചൊരു പാടുമില്ല. ആണല്ലേ. എടുത്തോണ്ട് പോവുക അത്രയും വലിയ. ഈ ഭാഗത്ത് ഇതിന് മുന്നേ ഇങ്ങനെ പുലി അല്ലാതെ മറ്റ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? പുലിയല്ലാതെ ആന വളരെ ഇതാണ്. നമ്മളെ ഗേറ്റൊക്കെ കണ്ടില്ല, ആന ചവിട്ടി പൊളിച്ചാണ് അവിടെ ചാരി വെച്ചിരിക്കുകയാണ്. ശല്യം നിരന്തരം ഭയങ്കര ശല്യമാണ്. ഇതിലൊക്കെ ഇങ്ങനെ കയറുന്നതായിരിക്കും അല്ലേ? അങ്ങനെ കയറുന്നതാണ്. ആന ഭയങ്കര പ്രശ്നമാണ്. നമ്മളെ ഇവിടെയൊക്കെ ഇതിലൊക്കെ ആന കയറി ഇപ്പോൾ ചെടികളൊക്കെ നശിപ്പിച്ചിട്ടാണ്.
ആന നേരത്തെ ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ തന്നെ ആന ഇറങ്ങുന്നുണ്ട്. ആണല്ലേ? ഈ പോകുന്ന വഴിക്കൊക്കെ ഉണ്ടോ? പോകുന്ന വഴിക്കൊക്കെ ആന ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രാത്രി അങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അഥവാ ഞങ്ങൾ വരുന്ന സമയത്ത് അതുപോലെ കുറച്ചിലേക്ക് വിളിച്ചിട്ടൊക്കെയാണ് അങ്ങനെ വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. ഇവിടെ റേഷൻ കട നടത്തുന്ന സുജി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഒരു പെൺകുട്ടി. അവരൊക്കെ വരുന്നത് വെച്ചാൽ നിരന്തരം അധികം ഫോറസ്റ്റുകാരെ വിളിച്ചാൽ വരിക. എന്ന് വെച്ചാൽ അവർ ആ റേഷൻ കട അടിച്ച് വരുമ്പോഴേക്കും ആന ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് വരില്ല. അത് ഒരു ദിവസവും അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ആനശല്യം. ഈ കറക്റ്റ് ഈ സ്ഥലത്തിൻ്റെ പേര് കറുവന്തോട്. കറുവന്തോട് അല്ലേ? പൊഴുതനയിൽ ഒരു 3 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? 3 കിലോമീറ്റർ. ഇത് പൊഴുതന പഞ്ചായത്ത് അല്ലേ? അതെ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇതൊക്കെയാണ് പുലി പട്ടിയെ പിടിച്ചുകൊണ്ട് പോയ പാടുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ ഒരു പ്രദേശത്തു നിന്നാണ് പുലി പട്ടിയെ പിടിച്ചുകൊണ്ട് പോയത്. കൂടെ ഉണ്ടായിരുന്ന പട്ടിയാണ്. ഈ കൂടെ ഉണ്ടായിരുന്ന പട്ടീനെ ഇതാണ്. ഇത് ഓടി രക്ഷപ്പെട്ടയാണത്. അതിന് ഭയങ്കര പേടിയുണ്ട്. ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണത്. ആണല്ലേ? ഞാൻ എണീച്ച് അതിൻ്റെ കാൽപ്പാടാണ്, അതിൻ്റെ നഖം തട്ടിയത്. അപ്പോഴേക്ക് പോയി. അത് ഇത്രയും ഇതല്ലേ. ഈ വീട്ടിലാണ് സംഭവം നടന്നത്. കണ്ടോ, സംഭവം അറിഞ്ഞിട്ട് ഓരോ ആൾക്കാർ കാണാൻ വരുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് കേട്ടോ. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് മൊത്തം ഉണ്ട്, പക്ഷെ ഒന്നും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഈ പോകുന്ന വഴിക്കുള്ള പഞ്ചായത്തിൻ്റെ അധികൃതർ ബന്ധപ്പെട്ട് അത് എത്രയും പെട്ടെന്ന് കത്തിക്കണം. വാഹനങ്ങൾ രാത്രി ആയി കഴിഞ്ഞാൽ അധികം വാഹനങ്ങളും ഇങ്ങോട്ട് വരുന്നില്ല. ഒന്നാമത് ഈ ആന ശല്യവും പുലിയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഹനങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ആളുകൾക്കും ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലൈറ്റൊക്കെ ഇട്ടാണെങ്കിൽ കുറച്ച് നടന്നു വരുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു കാര്യമാകുമായിരുന്നു. പോകുന്ന വഴിക്ക് ആ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് എത്ര വീടുകളുണ്ടാവും ഏകദേശം? മെയിൻ റോഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 10-60 വീടുകളുണ്ട് ഉണ്ടാവും അല്ലേ? പിന്നെ ഈ പോകുന്ന വഴിക്കുള്ള തോട്ടങ്ങളൊക്കെ ഓരോ വ്യക്തികളെ തോട്ടം പലരുടെ ഇങ്ങനെ തോട്ടങ്ങൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടും ഒരു കാരണം. അതെ, ഇതുപോലെ കാട് പിടിച്ച് കുറേ ആൾക്കാർ ഇങ്ങനെ വാങ്ങിയിട്ടിട്ട് ഇതാണ്. അപ്പോൾ നമ്മുടെ മുമ്പിലൊക്കെ കിടക്കുന്നതൊക്കെ കാടായി കിടക്കുകയാണ്. അതൊക്കെയാണ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിക്കാനുള്ള നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് എടുക്കാനാണ് അധികൃതരോട് പറയാം. ഒറിജിനൽ ഫോറസ്റ്റ് ഇവിടുന്ന് എത്ര ദൂരമുണ്ട്? ഒറിജിനൽ ഫോറസ്റ്റ് ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ ഇല്ല. 1/2 കിലോമീറ്റർ ഇല്ലല്ലേ? അടുത്തുണ്ടല്ലേ? അവിടെ തന്നെ. അപ്പോൾ അവിടെ ഫെൻസിങ് കാര്യങ്ങളോ അങ്ങനെ? ഫെൻസിങ് ഒക്കെ ആദ്യ കാലങ്ങളിൽ ഇട്ടിരുന്നു, പിന്നെ അതൊക്കെ ആനയൊക്കെ നശിച്ചുപോയി. അപ്പോൾ ഫെൻസിങ് ഒന്നുമില്ല. ഓഹോ. നിങ്ങൾക്ക് പട്ടിയല്ലാതെ വേറെ വളർത്തുമൃഗങ്ങൾ ഇവിടെ വേറെ വീട്ടിലേതാണുള്ളത്? പശുവുണ്ട്. നമുക്ക് ഏറ്റവും വലിയ പേടി അതാണ്. പശു പ്രസവിക്കാനായിട്ടുണ്ടോ നാളെ അത് പ്രസവിക്കും. പ്രസവിച്ച് കഴിഞ്ഞാൽ കുട്ടീനെ ഇത് പുലി കൊണ്ടുപോകുന്നുള്ള പേടിയാണ്. അതാണ് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? കാണുന്ന തൊഴുത്ത് ഇതിലാണ് പശു കിടക്കുന്നത്. അതാണ് ഏറ്റവും വലിയൊരു ബേജാറ്. ഇപ്പം അടുത്ത് കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ആടിനെ ഇത് പിടിച്ചതാണ്. പിന്നെ കുറച്ച് മുമ്പേ ഈ പുലി തന്നെ ഞാൻ തോന്നുന്നു താഴെ പ്രകാശേട്ടൻ എന്ന് പറഞ്ഞ ഒരാളെ വീട്ടിൽ പുലി ആ കൂട്ടുന്ന് പശുക്കുട്ടീനെ പിടിച്ചുകൊണ്ടുപോയി. ഇവിടെ തൊട്ടടുത്ത് റിസോർട്ട് ഉണ്ടല്ലേ? ആ റിസോർട്ടുണ്ട്. ആ വഴി നേരെ മുകളിലേക്കും വീടുകളുണ്ടോ? പൂതാന കോളനി ഉണ്ട്. 10-35 കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നുണ്ട് കോളനിയിൽ. അവർക്ക് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികളൊക്കെ നടന്നു പോകുന്നു വരുന്നതാണ്. അങ്ങോട്ട് വണ്ടിയൊന്നും പോകില്ല. പക്ഷെ അവർക്കൊക്കെ വലിയ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ഈ ഒരു സ്ഥലത്തിനോട് മൊത്തത്തിലൊരു അവഗണന ഉണ്ട്. ആദിവാസി മേഖല പ്രദേശമാണ് ഈ പ്രദേശത്ത്. ഇതിന് മുന്നേ ഒരു 10 വർഷം മുന്നേ 10-14 വർഷം മുന്നേ രണ്ട് ആദിവാസികളെ ആന പിടിച്ചിട്ടുണ്ട്. ആന പിടിച്ചിട്ട് ഞങ്ങൾ ഫോറസ്റ്റ് വണ്ടി തടഞ്ഞിട്ടുണ്ട്. ആ ഫോറസ്റ്റ് വണ്ടി തടഞ്ഞാൽ നമ്മൾ 14 വർഷം കേസിൽ നടന്നിട്ട് നമ്മൾ നടന്നിട്ടുണ്ട്. ഈ ഗ്രാമപഞ്ചായത്തിൽ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റ് പറഞ്ഞാൽ മുതലാളിമാരുടെ വീട്ടിൽ മാത്രം നല്ല ഹൈ പവർ ലൈറ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിനിവിടെ ഒരൊറ്റ ആളും വർത്താനം പറയുന്നില്ല. അതിവിടെ ആദിവാസികളുടെ മേഖല ആയതുകൊണ്ട് ആദിവാസികൾക്ക് കിട്ടുന്ന ഫണ്ടുകൾ ആ ഫണ്ടുകൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ നടക്കുന്നത്. അതിൽ ഒരു താമസം വേണ്ട. ഇവിടെ ആന ഇവിടെ മിൽങ്ങാന്നും ഇവിടെ ദിവസം ഡെയിലി ആനയും പുലികളാണ്. അതുപോലെ തന്നെ ഇവിടെ വേങ്ങാന്തോട് ഈ കുർച്ചൽമല കറന്തോട് വരുന്ന ഭാഗത്ത് വേപ്പട്ടി 2-3 വേപ്പട്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇവിടെ ഭയങ്കര വിഷയമുണ്ട്. ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് നടക്കാൻ പറ്റില്ല. അങ്ങനത്തെ വിഷയങ്ങൾ ഇവിടെ ഉണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് PK മോഹനൻ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഷാബു എന്നാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ പുലി വന്ന് നായ്ക്കൂട് എൻ്റെ വാതിൽ കഴിച്ച് പൊളിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം പുലിയെ ഞാൻ കണ്ടു. വീഡിയോ ക്ലിയർ ആയിട്ടില്ല, കിട്ടിയില്ല. ആ സമയത്ത് എല്ലാവരും പേടിച്ചതായതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് എടുക്കാനും കഴിയില്ല. തൊട്ടടുത്ത് തന്നെയാണ് വീട്? തൊട്ടടുത്ത് തന്നെയാണ്. ഇന്നലെ വന്ന സുനീഷിൻ്റെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് എൻ്റെയും വീട്.
അപ്പോൾ ഈ ഒരു പരിസരത്ത് സ്ഥിരമായിട്ട് ഇപ്പം അങ്ങനെ ഉണ്ടല്ലേ? സ്ഥിരമായിട്ട് ഒരു 2-3 ആഴ്ച മുമ്പ് വേറൊരാളുടെ വീട്ടിൽ അതുപോലെ പുലിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. CCTVയിൽ കണ്ടിരുന്നു. അതന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുമായിട്ട് ഫോറസ്റ്റുകാരൊന്നും ഇതുവരെ വന്ന് അതിനായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആനയുടെ ഭയങ്കര ശല്യമുള്ളതാണ്. അതിനൊന്നും ഫോറസ്റ്റുകാർ ഇപ്പോൾ നടപടി കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനയുണ്ട്, അതുപോലെ തന്നെ പുലിയുടെ ശല്യം ഇപ്പം കുറച്ചായിട്ടാണ് വീണ്ടും തുടങ്ങിയിട്ടുള്ളത്. പുറത്തേക്കൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും ഈ വഴിക്കൊക്കെ. അതെ, കോളനിയിൽ അതുപോലെ തന്നെ മുകളിൽ ആദിവാസി കോളനിക്കകത്ത് ഒരു ആടിനെ പിടിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ അതും ഫോറസ്റ്റുകാർ വന്ന് നോക്കി അവർ പോകുകയെന്നല്ലാതെ ഇതുവരെ അതിൻ്റെ നടപടിക്രമങ്ങളും കാര്യങ്ങളൊന്നും നടപ്പിലാക്കുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ കുറച്ചെണ്ണം വർക്ക് ചെയ്തിരുന്നു, പിന്നെ ഇപ്പോൾ കുറേ എണ്ണമായിട്ട് വർക്ക് ചെയ്യാതെയൊക്കെ ആവുന്നുണ്ട്. അതുപോലെ തന്നെ കറണ്ടിൻ്റെ പ്രശ്നം അങ്ങനെ തന്നെയാണ്. പിന്നെ മഴ കാലാവസ്ഥയുടെ പ്രശ്നമുണ്ടോ, മഴ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കറണ്ടിൻ്റെ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു അവസ്ഥയും കൂടെ ഉള്ളതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമല്ലേ? പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ അവർ പറഞ്ഞ സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ടു. ഇതുപോലെ തന്നെയാണ് വീടിൻ്റെ മുമ്പിൽ നിന്നാണ് നായയെ കൊണ്ടുപോയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് തൊട്ടടുത്തുള്ള ആ റിസോർട്ടിൻ്റെ പരിസരത്തും അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലൊക്കെ പുലി വന്ന് കുറേ നേരം ചിലവഴിച്ചിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് കറണ്ട് ഇല്ലാത്തതുകൊണ്ട് റെക്കോർഡാകാത്തതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷ്വലും കൂടെ നമുക്ക് കിട്ടിയേനെ. കാര്യം ഈ ഒരു പരിസരത്ത് പല പ്രദേശത്തും പല ആളുകളും പുലിയെ നേരിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ആനയുടെ ശല്യമുണ്ട് ഈ പ്രദേശത്ത്. ഞാനിപ്പോൾ ഈ വന്ന വഴി തന്നെ ഇഷ്ടംപോലെ സ്ഥലത്ത് ആനപ്പിണ്ടോ അതുപോലെ തന്നെ ആന ഇറങ്ങി പോകുന്ന വഴികളൊക്കെ ഞാൻ കണ്ടതാണ്. നമ്മൾ ഷൂട്ട് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു വഴിയാണ് ഇങ്ങോട്ടുള്ളത്. മൊത്തം പ്ലാന്റേഷനും തോട്ടങ്ങളൊക്കെ ആയിട്ടുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.